ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ദേവയാനി നയനയെ പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് വലിയൊരു അതിശയം തന്നെയാണ് കേട്ടോ. അവിടെയുള്ള എല്ലാവർക്കും ആദ്യമേ ഞെട്ടിയത് നമ്മുടെ ജാനകിയും ജലജയും അനാമികയും തന്നെയാണ്. അവർ തന്നെയായിരുന്നു ആദ്യമേ കാണേണ്ടത്. അവർ തന്നെ ആദ്യം കണ്ടു. ഏതായാലും ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ നമ്മുടെ അനി പറയുകയാണ്, ഇനിയിപ്പം ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് വല്യമ്മയാണ്. വല്യമ്മയുടെ മരുമകളെ കൂട്ടിക്കൊണ്ട് വന്നു. ഇനിയിപ്പം ഇതിനെ തടസ്സപ്പെടുത്താൻ ഇവിടെ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അനാമികയ്ക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു കേട്ടോ. അനാമികയാണെങ്കിൽ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരില്ല എന്ന പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. അപ്പോഴത്തേക്കും നയനോട് പറഞ്ഞു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറിപ്പോ, ബാ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു ദേവയാനി. അങ്ങനെ നയന നേരെ ചെല്ലുന്നത് പിന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്കാണ്. മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നമ്മുടെ ദേവയാനി ചെല്ലുന്ന ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. സന്തോഷമുള്ളൊരു കാര്യമോ, അതെന്താ മോളെ എന്നിങ്ങനെ ചോദിച്ചു മുത്തശ്ശൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ? ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. നീയും നയനയും ഒന്നിക്കണം, അതാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നിക്കാനൊന്നും ഇപ്പം പറ്റത്തില്ല. ഏതായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇനിയിപ്പം ഞാനായിട്ടൊന്നിനും തടസ്സം നിൽക്കുന്നില്ല. എൻ്റെ മകന് ഉറക്കവും നഷ്ടപ്പെടണ്ട. ഞാൻ ദേ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മരുമകളെ എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് മുത്തശ്ശനും വസന്തരെയൊക്കെ ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ നമ്മുടെ നയന വന്നു ഓടി വന്ന് മുത്തശ്ശിയുടെ കാലിൽ വീണ അനുഗ്രഹം മേടിച്ച ഉടനെ തന്നെ ഈ ഒരു ദിവസത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും ദേവയാനി നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ബുദ്ധി തോന്നിയിട്ടൊന്നുമല്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ മകന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവളെ തിരിച്ചു കൊണ്ടുവന്നത്. അല്ലാതെ വേറെ ആരോടുമുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ മകന് ഒരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല. അവന് രാത്രി ഉറക്കമില്ല. അതുമല്ല അവന് അസുഖമുള്ളതാ. ഇങ്ങനെ ഉറക്കം ഉളച്ചൊക്കെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, മോളെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അധികാരം നിനക്ക് തന്നെ. വേറെ ആരെക്കാളും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അധികാരം നിനക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കുവാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട്. ഇനി ഒരിക്കലും മോള് പോകാൻ പാടില്ല. മോളുടെ വീട്ടിലേക്ക് പോകരുത് എന്നല്ല പറയുന്നത്. ഒരിക്കലും ആരോടും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി നീ തിരിച്ചു കൊടുത്തോ. ആ സ്പോട്ടിൽ തന്നെ തിരിച്ചു കൊടുത്തോ. അതിനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകീനെയും ജലജേനെയാണ്. അപ്പം ജലജ പറയുക, ഇതെന്താ ഏടത്തേക്ക് പറ്റിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, ഞാൻ ഒരിക്കലും അവൾ ഇവിടെ വരുന്നു വിചാരിച്ചില്ല. അവൾ വരുവാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തേ ഇല്ലായിരുന്നു. ഇതെന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്? വല്യമ്മ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് ദേവയാനി വന്നു. അപ്പോൾ ദേവയാനിയോട് ജലജ പറഞ്ഞു, എന്താ ഏടത്തി ഈ കാണിച്ചത്? ഏടത്തിക്ക് അറിയാലോ നമുക്ക് കിട്ടിയ രണ്ടും മരുമകളുടെയും സ്വഭാവ ഗുണങ്ങള്. ഏടത്തി അവൾ എങ്ങനെയെങ്കിലും ഒഴിവായി പോയതല്ലേ. ഇവിടെ ഒരുത്തിനെ ഞാൻ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കാൻ നോക്കിയിരിക്കുക. ഒരുത്തി ഒഴിവായി പോയി. പിന്നെ എന്തിനാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? കുറച്ച് ദിവസം ആദർശം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് അവന് പഴയ ആ ഒരു ശീലം വന്നേനെ. ഇതിന്റെ കാര്യമില്ലായിരുന്നു. ഇതിപ്പം ഞങ്ങളോട് ചെയ്ത വലിയൊരു ചതിയായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ അനാമികൻ പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാ, വല്യമ്മ ഒരിക്കലും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നു ഞാൻ ഓർത്തില്ല. ഇത് എന്നോട് ചെയ്തൊരു ചതിയായി പോയി. വല്യമ്മയുടെ മരുമകളായിട്ട് വല്യമ്മ എന്നെയല്ലേ അംഗീകരിച്ചിരുന്നത് ഇത്രയും നാളും. എന്നിട്ട് ഇപ്പം വല്യമ്മ എന്താ കാണിച്ചത്? ഇപ്പം മരുമകളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ പറഞ്ഞല്ലോ. അനാമികയോടും ജലജയോടും അതുപോലെ ജാനകിയോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഉദ്ദേശം എൻ്റെ മകന്റെ സമാധാനം തന്നെയാണ്. ജാനകിയുടെ മകന്റെ സമാധാനം ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ ജലജ നീ നിന്റെ മകൻ അഭിയുടെ സമാധാനം ആഗ്രഹിക്കുന്നില്ലേ? അവന്റെ ഇഷ്ടങ്ങൾ അനുസരിക്കുന്നില്ലേ? അതുപോലെ തന്നെ എൻ്റെ മകന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് മാത്രമാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അനാമിക പറഞ്ഞു, അത് മാത്രമല്ലെന്ന് എനിക്കറിയാൻ വല്യമ്മേ. ഇവിടെ ജോലി ചെയ്യാനും വേറെ ആരും ഇല്ലല്ലോ. ഏതായാലും അവൾ വന്നതുകൊണ്ട് ഇനി അവൾ ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്തോളും. ഇനിയിപ്പം എൻ്റെ അമ്മായിയമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞില്ല കേട്ടോ,
മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ മരുമകളെ കൊണ്ടുവന്ന് നിങ്ങൾക്കെല്ലാം വെച്ചുണ്ടാക്കി തരാനല്ല, എൻ്റെ മരുമകളെ സ്നേഹിച്ച് മകളായിട്ട് സ്നേഹിച്ച് എൻ്റെ കൂടെ നിർത്താനാ. ഇനി ഒരിക്കലും നിങ്ങളുടെ അഭ്യാസം നടക്കാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ മരുമകളെ ഇപ്പം ദൈവത്തെ പോലെയാണ് കാണുന്നത്. അതിനു മുമ്പിൽ വന്നു നിന്ന് ഓരോന്ന് ചിലയ്ക്കുന്നത് കണ്ടില്ലേ? വൃത്തികെട്ട കൂട്ടങ്ങൾ, എല്ലാത്തിൻ്റെയും വൃത്തികെട്ട മനസ്സെനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ദേവയാനി ഇങ്ങനെ ചിന്തിച്ച് നിന്നപ്പോഴത്തേക്കും ജാനകി ചോദിച്ചു, എന്ത് പറ്റി ഏടത്തിക്ക് എന്താ പറ്റിയത്? ഏടത്തി എന്താ ഈ ചിന്തിക്കുന്നത്? ഹേയ്, ഞാൻ എന്ത് ചിന്തിക്കാനാ, ഞാൻ വേറൊന്നും അല്ല ചിന്തിച്ചത്. ഏതായാലും അവളെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ, ഇനിയിപ്പം ആദർശിനും ജയേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആശ്വാസമാകും. അതുമാത്രമല്ല, മുത്തശ്ശൻ്റെ അസുഖത്തിന്, അച്ഛൻ്റെ അസുഖത്തിന് ഒരു പരിധി നിശ്ചയിക്കണമെങ്കിൽ അവൾ വന്നേ പറ്റുള്ളായിരുന്നു. ഓരോ ദിവസവും ഓരോ ആദി കയറി കയറി അച്ഛൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഇപ്പൊ രോഗം കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോൾ അവളില്ലാഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഇനിയിപ്പം ഞാൻ കാരണം ഇവിടെ വേറെ ഒന്നും സംഭവിക്കണ്ട, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയിട്ടോ. ഏതായാലും അനാമിക പറഞ്ഞു, ഏതായാലും അവള് വന്നതിൽ ഒന്ന് ആശ്വസിക്കാം, എൻ്റെ അമ്മയമ്മയ്ക്ക് പണിയെടുക്കണ്ടല്ലോ, അതുപോലെ ഇവിടുത്തെ ജോലിയെല്ലാം അവള് ചെയ്തോളൂല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പം ജലജ പറയാ, അല്ല അവക്കെന്തോ അസുഖമാണെന്നല്ലേ പറയുന്നത്, അവക്കെന്തോ പനിയോ എന്തോ എന്തൊക്കെയോ അസുഖമെന്ന് പറയുന്ന അവളെ കൊണ്ട് ഇനി ജോലി എടുപ്പിക്കാതിരിക്കുവോ? പിന്നെ അവളെ കൊണ്ട് ജോലി എടുപ്പിക്കാതിരിക്കത്തൊന്നുമില്ല. വല്യമ്മയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാന്നേ, അവളെ കൊണ്ട് ജോലി എടുപ്പിക്കണം. അതുകൊണ്ട് കൂടെ വല്യമ്മ കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിന് ശേഷം നമ്മുടെ ജലജ ഓടി ചെല്ലാണ് അഭിയുടെ അടുത്തേക്ക്. എടാ, നീ അറിഞ്ഞോ? നീ ഇവിടെ കുന്തം പോലെ നിന്നോ, ദേ വരുന്നുണ്ട് നിന്റെ ഏടത്തി, നീ കണ്ടില്ലേന്ന് ചോദിച്ചു. ഏത്? ആര്? നയനെ ഇങ്ങോട്ട് വന്നു എന്ന് അത് നീ അറിഞ്ഞില്ലല്ലേ? അവൾ ഇങ്ങോട്ട് കയറി വന്നതിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആരാന്നറിയാമോ? വേറെ ആരുമല്ല, നമ്മളാ. നേരത്തെ തന്നെ അവളെ ഇവിടെ എല്ലാവരും എടുത്ത് തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം സ്വന്തം അമ്മായിയമ്മയെ പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ ഏടത്തി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവളുടെ അഹങ്കാരത്തിന് ലേശം കുറവ് പോലും ഉണ്ടാവില്ല. ഏടത്തി വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവൾ ഇവിടെ അഹങ്കരിച്ച് എല്ലാവരെയും ഭരിച്ച് അവള് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പം അവളുടെ സുഖം ഞാൻ മാറ്റി കൊടുക്കാം. എങ്ങനെയെങ്കിലും ഒരു പാര ഒഴിഞ്ഞു എന്ന് വെച്ചപ്പം വീണ്ടും കയറി വന്നിരിക്കുന്നു. അല്ല, ഈ വല്യമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? എന്തിനാ വല്യമ്മ ഇപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്? അതൊന്നും എനിക്കറിയില്ല. വല്യമ്മ പറയുന്നത് വേറൊന്നുമല്ല, ഏടത്തി പറയുന്നത് ഏടത്തിയുടെ മകന്റെ വിഷമവും മുത്തച്ഛന്റെ വിഷമവും ഒക്കെ കണ്ടിട്ടാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തോ ഇതിന്റെ പിന്നിലുണ്ട്, എന്തോ ഉദ്ദേശമുണ്ട്. അവരങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഏറ്റവും കൂടുതൽ ആപത്ത് നമുക്കാ, അതോർത്തോ. അതുകൊണ്ട് അവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവളെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കണം. കൂടെ നിന്റെ ഭാര്യേനെ. അവള് നിന്റെ തലേ വീണിട്ട് പോകുന്നില്ലല്ലോ, അള്ളി പിടിച്ചിരിക്കുമല്ലോ ഉടുമ്പിനെ പോലെ. അവളെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒഴിവാക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യാനാമേ? നിനക്കൊന്നും ചെയ്യാനില്ലല്ലോ, നീ തന്നെയല്ലേ എല്ലാം വരുത്തി വെച്ചത്. ഓ, വലിയ ഗ്ലാമർ നോക്കി പണം കൊമ്പ് നോക്കി പിടിച്ചതല്ലേ, എന്നിട്ട് ആ കൊമ്പ് ഒടിഞ്ഞു വീണില്ലേടാ. ഇനിയെങ്കിലും നീ ഉണ്ടല്ലോ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ നോക്ക്, അല്ലാതെ എടുത്തു ചാടി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ആലോചിച്ച് പിറക്കി ചെയ്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇതേ സമയം നമ്മുടെ ആദർശ് വരികയാണ്. അപ്പൊ ആദർശ് വന്ന ഉടനെ നയനയെ കണ്ടിങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഓടി ആദർശിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പം തന്നെ നയന റൂമിലായിരുന്നു. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നീ റൂമിലേക്ക് ചെല്ല് എന്ന് പറയുന്നുണ്ട്. അപ്പം ആകെ സങ്കടപ്പെട്ട് വരുന്ന നമ്മുടെ ആദർശിനോട് റൂമിലേക്ക് ചെല്ലാൻ പറയുമ്പം അവിടെ ആരാ ഉള്ളതെന്ന് അറിയത്തില്ലല്ലോ ആദർശിന്. അങ്ങനെ ആദർശം വലിയൊരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ആ റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെല്ലുമ്പോഴും നമ്മുടെ നയനയെ കാണുക. നയനയെ കണ്ടതും, അയ്യോ ഇതാരും നയനയോ എന്ന് ചോദിക്കുമ്പം, അതെ. അല്ല, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ ഇങ്ങ് പോന്നോ? അത് പിന്നെ എന്നെ അമ്മ വന്ന് വിളിച്ചതാ. ആര്? എൻ്റെ അമ്മയോ? എന്നെ അമ്മ വന്ന് വിളിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്നെ അമ്മ വന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. അതെന്ത് പറ്റി അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു എനിക്കറിയില്ല. ഏതായാലും അമ്മ പറഞ്ഞു ഈ മകന്റെ വിഷമം കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ലെന്ന്. അത് ചിലപ്പോൾ ശരിയായിരിക്കും നയന. എൻ്റെ വിഷമം ഒരിക്കലും അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ചെറുപ്പത്തിലെ മുതൽ എന്നെ അതുപോലെയാ എൻ്റെ അമ്മ വളർത്തിയത്. ആ ഒരു സ്നേഹം ഇപ്പോഴും എനിക്ക് അമ്മയോടുണ്ട്. ആ സ്നേഹം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഏതായാലും അമ്മ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ, ഇനി നീ ഇവിടുന്ന് പോകുവാന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ വിടില്ല. നീ ഇനി പോകുവാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവിടുന്ന് പോകാൻ തുടങ്ങിയാലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവരിങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവരുടെ ആ ഒരു റൊമാൻസ് സീനൊക്കെ ആട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു കിടിലൻ വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. രാവിലെ കറക്റ്റ് 7:30
ഫുൾ വിശേഷവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചുയുടെയും പ്രേമവിശേഷം നമ്മൾ എന്നും ഇപ്പോൾ ഉച്ചയ്ക്കാണ് ഇടുന്നത്. ഉച്ചയ്ക്കൊരു 1:45 കൂടി നമ്മൾ എന്നും രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം, അതായത് നാളത്തെ കഥ ഇടാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വൈകിട്ട് ഇടാത്തത്. ഇനിയിപ്പോൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും നാളത്തെ കഥ രേവതിയുടെയും സച്ചിയുടെയും ഈ വീഡിയോയുടെ താഴ്ഭാഗത്ത് കിടപ്പുണ്ട്. ഈ വീഡിയോയുടെ തൊട്ട് മുന്നിലുള്ള കഥയാണ്. അപ്പോൾ എല്ലാവരും കയറി കാണുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ചാനലിൽ അപ്കമിങ് എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേദയുടെയും വിക്രത്തിൻ്റെയും കഥയും ചെയ്യുന്നുണ്ട്. റിയൽ സ്റ്റോറി എന്നാണ് ചാനലിൻ്റെ പേര്. റിയൽ സ്റ്റോറി എന്ന് അടിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഈ നയനയുടെയും ആദർശിൻ്റെയും കഥയുടെ പേരോ അല്ലെങ്കിൽ പിന്നെ വേദയുടെയും വിക്രത്തിൻ്റെയും കഥയുടെ പേരോ ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ലിസ്റ്റിൽ കിട്ടുമായിരിക്കാം. നമുക്കിപ്പോൾ കമൻസിലോ അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാനൊന്നും റൂൾസ് ഇല്ല കേട്ടോ. വേറൊരു ചാനൽ നമുക്കിപ്പോൾ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ #ടാഗ് കൊടുത്തിടാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിന് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തത്. അപ്പോൾ അതല്ല, നമ്മൾ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ വേദയുടെ വിക്രത്തിൻ്റെയും ഫോട്ടോ വെച്ചൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി നോക്കിയാൽ മതി. അങ്ങനെ ലിങ്ക് കിടപ്പുണ്ടെന്ന് അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.